എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനം വളരെ ശക്തമാണ്. ഞങ്ങൾ യേശുക്രിസ്തുവിൽ പണിയപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങളെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ക്രിസ്തുവിലുള്ള നമ്മുടെ അടിസ്ഥാനവും സുരക്ഷിതത്വവും ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയുന്നതല്ല എന്ന സത്യം പരിശുദ്ധ ബൈബിളിൽ നമുക്കായി അടിവരയിട്ട് ഉറപ്പിക്കുന്നു. അത് വിശ്വസിച്ച് അതിന് തക്കവിധമായ ജീവിത ക്രമത്തെ രൂപപ്പെടുത്തുന്നതിലാണ് നമ്മുടെ വിജയം. അതായത് ക്രിസ്തുവിൽ നമുക്കുള്ള അജയ്യതയും വിജയവും പ്രഖ്യാപിക്കുന്ന എത്രയോ വചനങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ടെന്നറിയാമോ? ഈ വാക്യങ്ങൾ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച ഉറപ്പും അധികാരവും എത്രമാത്രം വലുതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിൽ പണിയപ്പെട്ടു എന്ന അടിസ്ഥാന തത്വം നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കണം. ആ അടിത്തറയുള്ളപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. എങ്ങനെയാണ് ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് നാം പഠിക്കേണ്ടത്. ആദ്യം ഇത് വിശ്വാസ തലത്തിൽ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് ഒരു കാര്യം. അതായത് നമ്മൾ ക്രിസ്തുവിൽ പണിയപ്പെട്ടവരും അവനിൽ മറഞ്ഞിരിക്കുന്നവരുമാണ് എന്ന മഹത്തായ സത്യം നാം ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ജയവും ശക്തിയും അവനിലാണ് കുടികൊള്ളുന്നത്. അവൻ പൂർണ്ണമായും എന്നിലുണ്ട്, അല്ലേ? നമ്മുടെ എല്ലാ പോരാട്ടങ്ങളിലും അന്തിമമായ വിജയം നൽകുന്നത് കർത്താവാണ് എന്നത് പരമസത്യമല്ലേ? ലോകചരിത്രത്തിൽ ഇന്നോളം കടന്നു വന്ന അത്രമാത്രം സംഭവ വികാസങ്ങളിലും കർത്താവിൻ്റെ കയ്യൊപ്പ് ചാർത്താത്ത ഒരു കാര്യവുമില്ല, അല്ലേ? അതിൽ 1 കൊറിന്ത്യർ 15:57 പരിശുദ്ധ ബൈബിളിലാണ് വായിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അടുത്തത് ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. നോക്കൂ, എത്ര പവർഫുൾ വചനങ്ങളിലാണ്. ഇതിൽ വിശ്വസിച്ചാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇത്രമാത്രം വിജയങ്ങളും കണ്ടെത്തലുകളെല്ലാം നടത്തുന്നത്, അല്ലേ? അത് നമുക്ക് പിന്നീടൊരു സബ്ജക്റ്റിൽ അത് ഞാൻ കൃത്യം പറയാവേ. അടുത്തത് ക്രിസ്തുവിൽ പണിയപ്പെട്ടവർ. ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമായതുകൊണ്ട് നമ്മെ തകർക്കാൻ ലോകത്തിലെ ഒന്നിനും കഴിയില്ല. അത് ഉറപ്പിക്കുകയാണ് കൊളോസ്യർ 3:3. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നോക്കൂ, മഹാരഹസ്യമാണത്. പരിശുദ്ധ വചനം വായിക്കണേ, പുതിയ നിയമം വായിക്കണേ. അടുത്ത 1 പത്രോസ് 2:6. ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി തന്നെയാണ് കേട്ടോ. ഒരു വചനം തന്നെയാണ്. അതിപ്രകാരമാണ് പറയുന്നത്. വചനം നോക്കാം നമുക്ക്. അതുകൊണ്ട് തിരുവെഴുത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ല് തിരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ ഒരു അടിസ്ഥാന കല്ല് ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കുകയില്ല. ഓർക്കുക, ആരാണ് ഈ മൂലക്കല്ല്? അല്ലെ, ലോകത്തിൻ്റെ അടിസ്ഥാനമിട്ട ഈ മൂലക്കല്ല് ആരാണ്? അല്ലേ? അടുത്തത്, ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല നമ്മെ, അല്ലേ? നമ്മെ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത വിധമായ ആ ഒരു സ്നേഹം, അത് ക്രിസ്തുവിൽ നിന്ന് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ പരകോടിയിൽ, അല്ലേ, ആ പ്രദാനം ചെയ്തവൻ നമ്മളോട് പറയുക, അല്ലേ, ഞാൻ നിന്നെ ഒരു നാളിലും മറക്കില്ല. അത് വിശ്വസിച്ചാൽ മാത്രമാണ് നമ്മൾ ആനന്ദവും സന്തോഷവും അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അത് റോമറിൻ്റെ 3:38-39 വ്യക്തമായി
വചനത്തിൽ പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ സൃഷ്ടിക്കപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തുവിനോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതാരാ പറയുന്നല്ലേ? പരിശുദ്ധാത്മാവാ പറയുന്നേ അല്ലേ? ഈ പരിശുദ്ധനായ അല്ലേ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ തീക്ഷ്ണമായ വചനമാണിത് അല്ലേ. അടുത്തത് യോഹന്നാൻ്റെ 10:28-29 അല്ലേ. അത് കർത്താവായ നമ്മുടെ ജീവനും സ്നേഹവും നമ്മുടെ എല്ലാമായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞ വചനമാണേ. അത് ഇപ്രകാരം ഞാനത് വായിക്കാം. വചനം ഇതാണ്: ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു, അവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല, ആർക്കും അവരെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്നത് എല്ലാറ്റിനേക്കാളും വലുതാണ്, ആർക്കും അവരെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയില്ല. നോക്കൂ, നാം ക്രിസ്തുവിൽ സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, നാം ക്രിസ്തുവിൻ്റെതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മെ പിന്നെ ഒരാൾക്കും അടിമപ്പെടുത്താനോ സ്വന്തമാക്കാനോ പിടിച്ചെടുക്കാനോ നമ്മളെ മോഷ്ടിച്ചെടുക്കാനോ കഴിയത്തില്ല. കാരണം ക്രിസ്തു നമ്മുടെ മുമ്പിൽ നമുക്കായി നിൽക്കുന്നു. നാം ക്രിസ്തുവിൻ്റെ സ്വന്തമായി കഴിഞ്ഞു. അതാണ് ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അജയ്യരാണ് എന്ന് പരിശുദ്ധ വചനം പറയുന്നു. ഈ പരിശുദ്ധ വചനം എന്താണ്? അതിതാണ്: ആകാശം മാറിയാലും ഭൂമി മാറിയാലും ആകാശഗോളങ്ങളോ നക്ഷത്രങ്ങളോ മാറിയാലും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വചനം, ഈ വാക്ക് ഒരിക്കലും മാറില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. അപ്പം നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് കർത്താവ് ആവർത്തിച്ച് സുവിശേഷന്മാരും അല്ലേ ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു വ്യക്തി കുടുംബത്തിൽ യേശുക്രിസ്തുവിനെ അഗാധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചുയർത്തും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയാം. പ്രിയരെ, ഒരു കാര്യം കൂടെ പറയാതെ നമുക്ക് ഈ നമ്മുടെ ആ പൂർണ്ണതയെക്കുറിച്ച് അല്ലേ, ക്രിസ്തു നമുക്ക് തന്ന പൂർണ്ണതയെക്കുറിച്ച് പറയാതെ വയ്യ. അത് പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതും ശരിയല്ല. അതായത് ആധുനിക ശാസ്ത്രരംഗത്ത് ഏറ്റവും അധികം സംഭാവന നൽകിയ സമൂഹം നമ്മളാണ്. മനസ്സിലായില്ലേ? ഒരു സംഭാവന പോലും നൽകാതെ, ഒരു മുട്ടുസൂചി പോലും സംഭാവന നൽകാത്ത സമൂഹമുണ്ട്. എന്നിട്ട് വീരവാദം മുഴക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, പറയാതെ മുമ്പോട്ട് പോകാനും പറ്റില്ല. ക്രിസ്തു ആരാണെന്ന് ഗ്രഹിക്കണ്ടേ? എല്ലാവരും ക്രിസ്തുവിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കണ്ടേ? അത് ക്രിസ്തു ഒരിക്കലും ആരെയും തളർത്തിക്കളയുന്നവനല്ല. അവനെ വിശ്വസിച്ച ഒരുത്തിനെയും അവൻ പരാജയപ്പെടുത്തുന്നവനല്ല, അവനെ അടിമയാക്കി വെക്കുന്നവനല്ല അല്ലേ. തന്നെക്കാൾ ഉയർത്തുന്ന ഒരു ദൈവം. അതാണ് ക്രിസ്തുവിനെ ഇന്നുവരെയും ലോകം കണ്ടിട്ടുള്ളത്. അതായത് ആധുനിക ലോകശാസ്ത്രീയ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ ചരിത്രപരമായ ആധിപത്യവും നിലവിലെ ഗവേഷണ ശക്തിയും മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. അതിലേറ്റവും അധികം സംഭാവന നൽകിയത് ക്രിസ്ത്യൻ സമൂഹമാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തന്നെയാണ്. അതിന് ചരിത്രപരമായി തന്നെ ആധിപത്യമുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകി തന്നെ പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യമാണ് ക്രിസ്ത്യാനിറ്റി തന്നെയാണ് അല്ലേ. അപ്പോൾ ശാസ്ത്ര വിപ്ലവത്തിലൂടെയും തുടർന്ന് വ്യവസായ വിപ്ലവത്തിലൂടെയും ഈ സമൂഹം ലോകത്ത് നൽകിയ സംഭാവനകൾ നിരവധിയാണ്. നിരവധി അടിസ്ഥാന തത്വങ്ങൾ അത് തന്നിട്ടുള്ള ഐസക് ന്യൂട്ടൻ, ഗലീലിയോ ഗലീലി, ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയ ശാസ്ത്രജ്ഞർ ഭൗതികശാസ്ത്രം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളെ മാറ്റിമറിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ പ്രധാനമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയുള്ള യൂയി പാസ്റ്റർ, ചാൾസ് ഡാർവിൻ, മേരി ക്യൂറി, ഇവരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ എന്തായാലും ജീവശാസ്ത്രം, വൈദ്യശാസ്ത്രം, രസതന്ത്രത്തിലൊക്കെ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചില്ലേ. ഇത് നമുക്ക് വേറൊരു ഇതിൽ തന്നെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 20-21 നൂറ്റാണ്ടിലൊക്കെ ശാസ്ത്രരംഗത്തിലേക്ക് അതിവേഗമുള്ള വളർച്ച അല്ലേ, അത് അമേരിക്കയിലോട്ട്, ഈ പാശ്ചാത്യ നാടുകളിൽ നിന്ന് പിന്നെ ഇത് അമേരിക്കയിലോട്ട് ഇത് ശരിക്കും മാറി. അതിൽ പിന്നെ നോബൽ സമ്മാനങ്ങൾ നേടിയത്
ശാസ്ത്രത്തിന് ഏറ്റവും വലിയ അംഗീകാരമായി കണക്കാക്കുന്ന അതാണ് നോബൽ സമ്മാനം, അല്ലേ? അല്ലെ, ഫിസിക്സ്, കെമിസ്ട്രി, വൈദ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ നേടിയത് അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. ഇത് ലോക നിലവാരത്തിലെ എല്ലാ ഗവേഷണത്തെയൊക്കെ, അല്ലേ, ഏറ്റവും അധികം മികച്ച ഗവേഷണ സ്ഥാപനങ്ങളെയും, അല്ലേ, അതെല്ലാം കൊണ്ടുവന്നവരാണ്. ഏറ്റവും ഉയർന്ന സ്വാധീനമുള്ളത്. അതുപോലെ തന്നെ ശാസ്ത്ര ജേണലുകളിൽ ഉയർന്ന സ്വാധീനം, ലേഖനങ്ങളും ഗവേഷണങ്ങളും ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നതിൽ ഇപ്പോഴും അപ്പോഴും എല്ലാം അമേരിക്ക തന്നെ മുൻപന്തി നിൽക്കുന്നത്. അപ്പോൾ ഈ അല്ലേ, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കയ്യൊപ്പ് ചാർത്താത്ത ശാസ്ത്ര ഗവേഷണ മേഖലകൾ വളരെ കുറവാണ്. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ നേടിയ അജയ്യത എത്രമാത്രം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് പറയാതെ എങ്ങനെയാണ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന വീഡിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, അതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു വീഡിയോ മറ്റൊരവസരത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ, നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ പേടിക്കേണ്ട, നമ്മൾ സുരക്ഷിതരാണ്. ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഭയപ്പെട്ടു പോകരുതേ, ഭയന്ന് പോകരുതേ. വാളിൻ്റെയും തോക്കിൻ്റെയും മുമ്പിൽ നിന്ന് നമ്മൾ ഭയന്ന് പോകരുത്. എന്നോട് ചോദിക്കുന്നു, ഈ നൈജീരിയയിൽ തന്നെ നമ്മുടെ മക്കൾ 1,25,00,000 പേരാണ് 2009 മുതൽ 2025 വരെയും ഈ തീവ്രവാദികൾ കൊന്നൊടുക്കിയത്. അപ്പോൾ നമുക്കൊരു ഉൾപ്പേടി തോന്നും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ തോക്ക് കൊടുത്താലേ അവർക്കുള്ളൂ. അവർക്കൊരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരല്ല ഈ തീവ്രവാദികൾ. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അവൻ തന്നെയാണ് എല്ലാത്തിലും വലിയവൻ. ആ ആത്മബോധം നമ്മൾ നിലനിൽക്കട്ടെ. നമ്മളെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും ആവത്തില്ല, ഒരു ശക്തിക്കും. ധൈര്യമായിരിക്കുക, ഭയപ്പെടരുത്, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഊഷ്മളമായ മംഗളങ്ങൾ നേർന്നുകൊണ്ട് യേശു ക്രിസ്തുവിൽ നന്ദി. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.